പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. തിരനോട്ടം ഡബിങ് സമയത്തെ മോഹൻലാലും ഞാനും എവിടെ പോണു അന്ന് വെച്ചാൽ ഒരുമിച്ച് മൈക്കിൽ നിൽക്കണമല്ലോ. അപ്പൊ മോഹൻലാൽ ചാടി വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നു. എന്താ എങ്ങനെയുണ്ട്? ലാലിങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യമ്മയുടെ റിയാക്ഷൻ അറിയാം. അപ്പൊ ഞാൻ പതുക്കെ വല്യമ്മ ഇങ്ങനെ തിരിഞ്ഞു. വല്യമ്മ അവൻ്റെ അടുത്ത് മാറി നിൽക്ക്. ആണുങ്ങൾ വർത്തമാനം പറയണത് നോക്കി നിൽക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട്? കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. അതെങ്ങനെ മോഹൻലാലിനെ വല്യമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റി? വേണ്ട നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. മോഹൻലാൽ എന്നല്ല, എല്ലാവരെയും വല്യമ്മ ഒരേ കണ്ണു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഊണ് കഴിക്കാറായപ്പോ ഞാൻ കൈ കഴുകാൻ പോയപ്പോ ലാലു വന്ന് എൻ്റെ അടുത്ത് കുശു ഇങ്ങനെ എന്നോട് ലാലു വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ. വല്യമ്മ എന്താടി അവൻ പറഞ്ഞത്? എന്താ നിങ്ങൾ അവിടെ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടല്ലോ? എടി കൊച്ചേ, നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ, സൂക്ഷിച്ച് കണ്ടുപോക്കുന്നത്. നോക്കി കണ്ടുമൊക്കെ നടന്നോണം. തനിക്ക് അവനെ അറിയാഞ്ഞിട്ടാ. അവനെ ആന്ത്രാക്സിനേക്കാൾ അപകടകാരിയാ. ഭാഗ്യലക്ഷ്മി ലാല് പറഞ്ഞ എന്താണെന്നുള്ളത് പറഞ്ഞില്ല. പറയാൻ കൊള്ളുവോ? അത് ഞാനെങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണേ? നമുക്ക് നമ്മുടെ ഏജിലുള്ള ആണുങ്ങളുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹം. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ലാല് നന്നായി നോക്കിയിട്ടൊക്കെയല്ലേ പോയത്? അല്ലല്ല ലാൽ അങ്ങനെയൊന്നുമില്ല. ലാൽ അന്ന് അങ്ങനെയൊന്നുമില്ല. എന്താ പറഞ്ഞേ? അതൊക്കെ കഴിഞ്ഞു പോയി. ഇതൊക്കെയാണോ മലയാള സിനിമയിലെ കാര്യങ്ങൾ? എന്റെ അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. പൊന്നു സാറേ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. എല്ലാം പറഞ്ഞു. ഓക്കെ. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇത് ക്ലീൻ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.